നമസ്കാരം. നമ്മൾ ഡിഫറൻഷ്യൽ ജോമെട്രിയിലെ ചാപ്റ്റർ 14 14ൻ്റെ ആദ്യത്തെ വീഡിയോ ലെക്ചറിലേക്ക് കടക്കുകയാണ്. ഇതിൽ നമ്മൾ ഫൗണ്ടേഷൻസ് ഓഫ് പാരാമെട്രൈസ്ഡ് സർഫസസ്, അതായത് പാരാമെട്രൈസ്ഡ് സർഫസസിൻ്റെ ബേസിസ് എന്നതാണ് നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ പരിഗണിക്കുന്നത്. ഇവിടെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാപ്പിങ്ങുകൾ, ഡിഫറൻഷ്യലുകൾ എന്നിവയെക്കുറിച്ചാണ്. മാപ്പിങ്ങുകൾ, ഡിഫറൻഷ്യലുകൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് വാക്ക് ഓർത്തിരിക്കുക: മാപ്പിങ്ങുകളും ഡിഫറൻഷ്യലുകളും. ഇവിടെ ഇതുവരെ നമ്മൾ സർഫസുകളെ കണ്ടിരുന്നത് ഒരു ഇംപ്ലിസിറ്റായ രീതിയിലാണെന്ന് പറയാം. അതായത് എഫ് ഇൻവേഴ്സ് സി എന്ന ലെവൽ സെറ്റുകളായിട്ടാണ് നമ്മൾ ഈ സർഫസുകളെ കണ്ടിരുന്നത്. ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്. ലെവൽ സെറ്റിൻ്റെ ഡെഫിനിഷൻ തുടങ്ങി ഇങ്ങോട്ട് എഫ് ഇൻവേഴ്സ് സി ആയിട്ടാണ് എന്ത് സർഫസുകളെ നമ്മൾ കണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ എഫ് ഇൻവേഴ്സ് സിയെ അല്ലെങ്കിൽ എഫിനെ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ശില്പിയോ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് കുറേശ്ശെ ഒരു സർഫസിനെ കട്ട് ചെയ്ത് അതിനെ യോജിപ്പിച്ച് വെച്ച് ആ സർഫസിനെ കാണുന്ന ഒരു രീതിയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ മുതൽ ഈ ഒരു ലെക്ചർ മുതൽ നമ്മൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു രീതിയിലേക്ക് മാറുകയാണ്. അതായത് കംപ്ലീറ്റ് ഡിസൈനിലേക്ക് മാറുകയാണ്. 5 from U to Rn+K എന്നൊരു മാപ്പിംഗ് വഴി ഒരു ഫ്ലാറ്റായ സർഫസിൽ നിന്നും പുതിയൊരു സർഫസ് നമ്മൾ നിർമ്മിച്ചെടുക്കാൻ പോവുകയാണ്. അതാണ് ഞാൻ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞത്. ഇതിനെയാണ് പാരാമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. പാരാമെട്രിക് മെത്തേഡ് അല്ലെങ്കിൽ മാപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കൂ, 5 എന്ന ഒരു സ്മൂത്ത് മാപ്പിംഗ്, ഇത് യഥാർത്ഥത്തിൽ ഒരു ബ്രിഡ്ജ് പോലെയാണ്. എന്തിനെ കണക്ട് ചെയ്ത ബ്രിഡ്ജ്? ഒരു മാത്തമാറ്റിക്കൽ ബ്ലൂ പ്രിൻ്റായ അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസായ യു സബ്സെറ്റ് ഓഫ് Rnൽ നിന്നും 3D സ്പേസിലെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റുന്ന ഒരു 5 എന്ന് പറയുന്ന ഒരു സ്മൂത്ത് മാപ്പിംഗ് ആണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡൊമൈൻ യു ആണ്, അതൊരു മോഡലാണ്. 5 എന്താ? ആ മോഡലിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു പ്രവർത്തനമാണ്. സോ 5 from U to Rn+1 എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഇവിടെ വലിയൊരു ചലഞ്ച് നമുക്കുണ്ട്. ഈ ഫ്ലാറ്റ് സർഫസിലൂടെ ഒരാൾ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആൽഫ എന്ന് പറയുന്ന പാതയിലൂടെ, ആൽഫ എന്ന് പറയുന്ന പാത്തിലൂടെ ഒരാൾ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആ വഴിയും മാപ്പ് ചെയ്യപ്പെടുമല്ലോ. അത് മാപ്പ് ചെയ്യപ്പെടുന്ന വളഞ്ഞ പ്രതലത്തിലെത്തുമ്പോൾ ഈ ഒരു പാത്ത് ഉണ്ടല്ലോ, പാത്തിൻ്റെ വെലോസിറ്റിയുടെ ഇവിടുത്തെ വെലോസിറ്റിയും അവിടുത്തെ വെലോസിറ്റിയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ആ വെലോസിറ്റിയുടെ നേച്ചർ എന്തായിരിക്കും? ഈ 5 എന്ന് പറയുന്ന മാപ്പിംഗ് വഴി സ്പേസിലെ ദൂരവും കോണും മാറും, അല്ലേ? ആംഗിളും ഡിസ്റ്റൻസും എല്ലാം മാറും മാപ്പിംഗ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആക്ച്വലി ന്യൂ സർഫസിൽ ഇതിൻ്റെ വെലോസിറ്റി എല്ലാം നമുക്ക് വീണ്ടും പുതുതായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഫ്ലാറ്റ് സർഫസിൽ നിന്ന് ഒരു 3D കോംപ്ലക്സ് സർഫസിലേക്ക് മാപ്പ് ചെയ്യുകയാണ്. അപ്പം ഫ്ലാറ്റ് സർഫസുകളുടെ മൂവ്മെൻറ്റും വെലോസിറ്റിയും എല്ലാം അവിടെ ചെല്ലുമ്പോൾ മാറും. അതവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസിലെ വെലോസിറ്റി അത് വിചാരിക്കുക, അത് ഒരു കേർഡ് സർഫസിലെ മൊമെൻറ്റമാക്കി മാറ്റുന്ന ആ ഒരു മെത്തേഡിനെയാണ്, ഫ്ലാറ്റ് സർഫസിലെ വെലോസിറ്റി ഒരു കർവ്ഡ് സർഫസിലെ മൊമെൻറ്റമാക്കി മാറ്റുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഡിഫറൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. D5 അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ്. ഇപ്പോൾ T0 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എടുക്കുക. ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആ സമയത്ത് T0 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മാപ്പ് ചെയ്യപ്പെട്ട ഒരു കർവ് ആണ് ഫൈ കോമ്പോസിഷൻ ആൽഫ. അതിൻ്റെ ഷാർപ്പായിട്ടുള്ള കൃത്യമായിട്ടുള്ള ടാൻജൻറ്റ് വെക്റ്റർ
ഇത് നമുക്ക് തരും. ഏതാ? ഫൈ കോമ്പോസിഷൻ ആൽഫയുടെ ടാൻജൻറ്റ് വെക്റ്റർ. അതായത് d5v എന്ന് പറയുന്നത് എന്താവും? ഫൈ കോമ്പോസിഷൻ ആൽഫ ഡാഷ് T0 ആയി മാറും. ഫൈ കോമ്പോസിഷൻ ആൽഫ ഡാഷ് T0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഈ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് പാത്ത് ഇൻഡിപെൻഡൻസ് ഇത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ഡിഫറൻഷ്യലിൻ്റെ, നമ്മൾ d5 എന്ന് പറഞ്ഞല്ലോ, ഈ ഡിഫറൻഷ്യലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആണ് ഈ പാത്ത് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിഫറൻഷ്യൽ d5v എന്ന് പറയുന്ന ഈ ഡിഫറൻഷ്യൽ എപ്പോഴും ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന v ഉണ്ടല്ലോ, ആ തുടക്കത്തിലെ T0യുടെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി vയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഏത് കർവ്, നമ്മളൊരു കർവ് ഫൈ എടുക്കുന്നു വെച്ചാൽ ഫൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനീഷ്യൽ വെലോസിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി v, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി v ആണെന്നിരിക്കട്ടെ. ഇനീഷ്യൽ വെലോസിറ്റി v ഒരേപോലെയാണെങ്കിൽ ഏത് വഴി പോയാലും അല്ലെങ്കിൽ ഏത് ആൽഫയിലൂടെ പോയാലും ഈ കർവ്ഡ് സർഫസിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓരോ തവണയും ഈ കർവുകൾ ഉപയോഗിച്ച് ഡിഫറൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുദ്ധിമുട്ടാണ്. ഇത്രയധികം ഡിഫറൻഷ്യലുകൾ ഉണ്ട്. നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്കറിയാം ജക്കോബിയൻ മെട്രിക്സ്, നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് ഈ ജക്കോബിയൻ മെട്രിക്സ് എന്താണെന്ന്. ഡിഫറൻഷ്യൽ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണല്ലേ ഡിഫറൻഷ്യലുകൾ അല്ലെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് ലീനിയർ ആൾജിബ്രയെ പറഞ്ഞ അതിൻ്റെ ഹെൽപ്പോട് കൂടി എളുപ്പത്തിൽ നമുക്ക് ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം? ഈ മെട്രിക്സ്, ഈ ജക്കോബിയൻ മെട്രിക്സ് നമ്മളെ സഹായിക്കുന്നത് പലതവണ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എല്ലാ ആക്സസിലൂടെയും ഫംഗ്ഷൻ്റെ എല്ലാ ബ്രാഞ്ചസിലൂടെയും ഈ ഡിഫറൻഷ്യൽ കടന്നു പോകും. ആ ഡിഫറൻഷ്യലിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ ആ ഒരു ഇതിനെയാണ് ജക്കോബിയൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒന്ന് നോക്കാം. ഈ ടാൻജൻറ്റ് ബണ്ടിലിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ടാൻജൻറ്റ് ബണ്ടിൽ എന്ന് പറയുന്ന ഒരു ആക്ച്വലി വലിയ ഒരു ഐഡിയയിലേക്ക് കടക്കുകയാണ്. ഒരു സർഫസിലെ ഏതൊരു പോയിൻറ്റും അവിടുത്തെ വെലോസിറ്റിയും ഏതൊരു പോയിൻറ്റും അവിടുത്തെ വെലോസിറ്റിയും, ഒരു പോയിൻ്റ് ആൻഡ് ഇനീഷ്യൽ പോയിൻ്റ് ആൻഡ് വെലോസിറ്റി, ഇത് രണ്ട് ഡേറ്റയാണല്ലോ, രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. ഒരു പോയിൻറ്റും ഒരു വെലോസിറ്റിയും എന്നും പറയും. ഇതെല്ലാം ഒരേ സമയം നിലനിൽക്കുന്ന ഒരു കമ്പൈൻഡ് സ്പേസിനെയാണ് നമ്മൾ ടാൻജൻറ്റ് ബണ്ടിൽ എന്ന് പറയുന്നത്. എന്തെല്ലാം ഒരേ സമയം നിലനിൽക്കുന്ന ഈ പോയിൻറ്റും വെലോസിറ്റിയും അത് രണ്ടും പോയിൻ്റായിട്ടുള്ള ഒരു കമ്പൈൻഡ് സ്പേസ്, ഒരു സംയുക്ത സ്പേസ് എന്ന് പറയാം അല്ലേ, ഈ രണ്ടും കൂടെ ചേർന്ന് അതിനെ നമ്മൾ ടാൻജൻറ്റ് ബണ്ടിൽ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ TU = യൂണിയൻ ഓഫ് P in U, RPN = U cross RN. അത് രണ്ട് യുവിലെ പോയിൻറ്റും RNലെ പോയിൻറ്റും കൂടെ ചേർത്താണ്. അപ്പോൾ അതെന്താ? ഇറ്റ്സ് എ ജോമെട്രിക് പോയിൻറ്റ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ആർ ഫണ്ടമെൻ്റലി ഡിസ്റ്റിങ്ക്റ്റ് ഡേറ്റ ടൈപ്സ്. രണ്ട് ടൈപ്പ് ഡേറ്റയാണ്, ഒന്ന് U ഒന്ന് RN ആണല്ലോ. ദ ടാൻജൻറ്റ് ബണ്ടിൽ സ്ട്രക്ചറലി യൂണിഫൈസ് ദം, creating a unified space where every physical location and every possible trajectory it could take coexist simultaneously എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പാരാമെട്രൈസേഷൻ എന്ന് പറയുന്നത് രണ്ട് തലത്തിൽ ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം പോലെയാണ്. അതായത് ഒന്ന് ജിയോഗ്രഫി അല്ലെങ്കിൽ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു തലത്തിൽ ഈ ഒരു ആണ് ഒരു സർഫസിൻ്റെ പൊസിഷനും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ഷേപ്പുമൊക്കെ നിർണ്ണയിക്കുന്നത്. രണ്ടാമത് ഡിഫറൻഷ്യലാണ്. d5 at P ആണെങ്കിൽ d5p, അത് വെക്ടറുകളുടെ വേഗതയും മൊമെൻറ്റവും നിർണ്ണയിക്കുന്നു. അപ്പോൾ എന്താണ് ഈ രണ്ട് തലത്തിൽ ഒരേ സമയം പ്രവർത്തിക്കുന്ന സിസ്റ്റമാണെന്ന് പറയുന്നത്? അതിൻ്റെ ഒന്നൊരു ജിയോഗ്രഫി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാപ്പിംഗ് അതിൻ്റെ പൊസിഷനും ഷേപ്പും നിർണ്ണയിക്കുന്നെങ്കിൽ രണ്ടാമത്തത് എന്താ? ഡിഫറൻഷ്യലാണ്. അത് ഈ വെക്ടറുകളുടെ വേഗതയും അല്ലെങ്കിൽ ഒരു മൊമെൻറ്റവും ദിശയുമൊക്കെ നിർണ്ണയിക്കുന്നു. എന്നാൽ ഈ പറയുന്ന
ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു എൻജിൻ ചിലപ്പോൾ ഫെയിലാവാം. ഈ മാപ്പിംഗ് എവിടെയെങ്കിലും ഈ പറയുന്ന മാപ്പിംഗ് എവിടെയെങ്കിലും കോൺട്രാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫ്ലാറ്റ്നെസ്സിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡയമെൻഷൻ കൊളാപ്സ് ചെയ്യുകയോ എന്തെങ്കിലും ഈ സ്പേസിൽ ചെയ്താൽ, അല്ലെങ്കിൽ പറയുന്ന ബേസിക്കലി പറയുന്ന ഫങ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത ഒരു സ്ഥലം വരികയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഡയമെൻഷൻസ് പോവും, ഡയമെൻഷൻസ് ഇല്ലാതാവും. അതായത് വേറെ വേറെ ദിശകളിലുള്ള വെക്ടറുകൾ എന്തു ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അത് പരസ്പരം കൂട്ടിയിടിക്കുമെന്ന് പറയാം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ടാൻജൻഷ്യൽ ഫ്രീഡം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇത് അവിടുത്തെ ജോമെട്രിയെ ഒരു സിംഗുലാരിറ്റിയിലേക്ക് നയിക്കും. അവിടെ അങ്ങനെ ടാൻജൻഷ്യൽ ഫ്രീഡം നഷ്ടപ്പെട്ടാൽ, അതായത് ഓറിയൻറ്റഡ് ആയിട്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റാതെ വന്നാൽ അവിടെ എന്ത് പറയും, അതിനെ ഒരു സിംഗുലാരിറ്റിക്ക് കാരണമാകും. സിംഗുലാരിറ്റി വരും അവിടെ. നോക്കാം. അപ്പോൾ നമ്മൾ റെഗുലാരിറ്റിയെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ പറഞ്ഞ സിംഗുലാരിറ്റി ഇത് ഒഴിവാക്കാനുള്ള ഒരു റൂളാണ് റെഗുലാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പാരാമെട്രൈസ്ഡ് എൻ സർഫസ് റെഗുലർ ആവണമെങ്കിൽ എന്താണ്, അതിൻ്റെ ജക്കോബിയൻ്റെ റാങ്ക് കൃത്യമായി എൻ തന്നെയായിരിക്കണം. ജക്കോബിയൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, റാങ്ക് ഓഫ് ദ ജക്കോബിയൻ d(φp) എന്ന് പറയുന്നത് എൻ തന്നെയായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറയും, സിംഗുലാരിറ്റി വരും. ദാറ്റ് മീൻസ് d(φ) എന്ന് പറയുന്നത് പൂർണ്ണമായും നോൺ സിംഗുലാർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ആയിരിക്കണം. d(φ) എന്ന് പറയുന്നത് പൂർണ്ണമായും d(φp) എന്ന് പറയുന്നത് പൂർണ്ണമായും നോൺ സിംഗുലാർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ഇൻവേർട്ടിബിൾ ആയിരിക്കണം. ഇതൊന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് നോക്കാം. ഇതിലെ മാപ്പിങ്ങിൽ ഇതിൻ്റെ മാപ്പിങ്ങിൽ ഈ ഒരു ബ്ലൂ പ്രിൻറ്റിൽ മുകളിലത്തെ ഒരു വരി ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നില്ല. എഡ്ജ് φ = π/2 എന്ന് മാപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലാറ്റ് സർഫസിൽ. അത് കംപ്ലീറ്റ് ഒരു പോയിന്റിലേക്ക് മാപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഏതാ, നോർത്ത് പോളിലേക്ക് മാപ്പ് ചെയ്യുന്നു. ആ ഒരു ഓറഞ്ച് കളറിൽ മാപ്പ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഹോട്ടായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്, അത് കംപ്ലീറ്റ് ഒരു നോർത്ത് പോളിലേക്ക് മാപ്പ് ചെയ്യുക. അതായത് ഇവിടെ ഒരു ഇടതുവശത്ത് ഒരു ഫ്ലാറ്റ് സർഫസും നമ്മുടെ ഫ്ലാറ്റ് മാപ്പിൻ്റെ വേൾഡ് മാപ്പിൻ്റെയൊക്കെ ഫ്ലാറ്റ് പടവും റൈറ്റ് സൈഡ് ഗ്ലോബുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ മാപ്പിൻ്റെ ഇത്രയും സ്ഥലം യഥാർത്ഥത്തിൽ നോർത്ത് പോളിനെയല്ലേ കാണിക്കുന്നത്, യഥാർത്ഥ ഗ്ലോബിൻ്റെ നോർത്ത് പോളിനെ കാണിക്കുന്നത് അല്ലേ, നോർത്ത് പോളിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് കൺവെർജ് ചെയ്യും അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യും, ചുരുങ്ങുമെന്ന് പറയുന്നു, ഒരിടത്തേക്ക് കൺവെർജ് ചെയ്യല്ലേ. അതുകൊണ്ട് ഇവിടുത്തെ ജക്കോബിയൻ മെട്രിക്സ് എന്തായിപ്പോൾ, ആ ഒരു പോയിന്റിലെ ജക്കോബിയൻ മെട്രിക്സ് സിംഗുലറായിപ്പോൾ. അതായത് ആ മാപ്പിങ്ങിന് ഇപ്പം ഈ പറഞ്ഞ മാപ്പിങ്ങിന് ഇങ്ങനെ മാപ്പ് ചെയ്താൽ അതിന് റെഗുലാരിറ്റി ഇല്ല എന്ന് പറയും. ഇത് സാധാരണ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്ലോബിലുള്ള സ്ഥലങ്ങളെ ഒരു ഫ്ലാറ്റ് മാപ്പിലേക്ക് വയ്ക്കുമ്പോൾ അവിടെ റെഗുലാരിറ്റി ഇല്ലാത്ത ഒരു മാപ്പിംഗ് ആണ്. അങ്ങനെ യഥാർത്ഥത്തിൽ പറ്റില്ല. അതിൻ്റെ ഇതാണ് ഈ φ = π/2 എന്ന് പറയുന്ന അത്രയും ലൈനിലെ എല്ലാ പോയിന്റുകളും ഈ ഗ്ലോബിലെ ഒരു പോയിന്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അത് മാത്തമെറ്റിക്കലി അത് എപ്പോഴും എന്താണ്, അതൊരു സിംഗുലാരിറ്റിയാണ്. നോക്കാം, റെഗുലാരിറ്റി വേണം. റെഗുലാരിറ്റി കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ, ഈ റെഗുലാരിറ്റി കൃത്യമായിട്ട് അത് പാലിക്കപ്പെട്ടാൽ അത് നമുക്ക് ആക്ച്വലി അത് വളരെ റിവാർഡിംഗ് ആണ്, മാത്തമാറ്റിക്കലി വളരെ റിഗാർഡിംഗ് ആണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എന്താ, നമുക്കൊരു ടാൻജൻറ്റ് സ്പേസ് ആണ് കിട്ടുന്നത്. ടാൻജൻറ്റ് സ്പേസ് ആണ്. ഡിഫറൻഷ്യൽ നോൺ സിംഗുലർ ആയതുകൊണ്ടാണ് ഇതുപോലെ കൃത്യമായ കൊളാപ്സ് ചെയ്യാത്ത ഒരു ഒരു ഡയമെൻഷണൽ സബ്സ്പേസ് നമുക്ക് കിട്ടുന്നത്. കൊളാപ്സ് ചെയ്യാത്തൊരു ഡയമെൻഷണൽ സബ്സ്പേസ് നമുക്ക് കിട്ടാൻ കാരണം ഇതാണ്. അപ്പോൾ ആ സബ്സ്പേസ് തന്നെയാണ് നമ്മുടെ പിയിലെ ടാൻജൻറ്റ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ സ്ലൈഡിൽ കൺവെർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ലെക്ചറിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഡൊമൈൻ യു എന്ന് പറയുന്നത് അത് ഒരു മാപ്പ്, യുവിൽ നിന്നൊരു മാപ്പ് പ്രദാനം ചെയ്യുന്നു. ഈ ടാൻജൻറ്റ് ബണ്ടിലാണ് വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മാപ്പിംഗ് φ അതിനെ മറ്റൊരു വേൾഡിലേക്ക് കടത്തുന്നു. ജക്കോബിയൻ മെട്രിക്സ് വെക്ടറുകളെ എന്ത് ചെയ്യുന്നു, വെക്ടറുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഒപ്പം
റെഗുലാരിറ്റി തകരാതെ, റെഗുലാരിറ്റി കീപ്പ് ചെയ്യാതെ ജക്കോബിയൻ മെട്രിക്സ് അതിനെ കീപ്പ് ചെയ്യുന്നു. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ കംപ്ലീറ്റ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടാൻജൻറ്റ് ബണ്ടിൽ എന്ത് ചെയ്യുന്നു, ജക്കോബിയൻ എന്ത് ചെയ്യുന്നു, അതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഫൈ, കൃത്യമായിട്ട് ഈ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വ്യക്തമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഞാൻ കോംപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഒരു സർഫസ് നിർമ്മിക്കാനുള്ള ഒരു ടെമ്പററി ബ്ലൂ പ്രിൻ്റാണ് എന്ത് പറയുന്നത്, ഈ പാരാമെട്രൈസ്ഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഏത് ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ചാലും ഈ സ്പേസിലെ യഥാർത്ഥ ജോമെട്രിയുടെ ദൂരങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പോൾ അതാണ് നെക്സ്റ്റ് ലെക്ചറിൻ്റെ വിഷയം, ഇൻട്രിൻസിക് ജോമെട്രി എന്ന നെക്സ്റ്റ് ലെക്ചറിൽ നമുക്കതിനെക്കുറിച്ച് നോക്കാം. ലെക്ചർ 2-ൽ ഞാനതാണ് പറയുന്നത്. ഈ ചാപ്റ്റർ 14-ലെ ലെക്ചർ 2-ൽ പറയുന്നത് ഇൻട്രിൻസിക് ജോമെട്രിയെക്കുറിച്ചാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.